ഞാൻ അത്യാവശ്യം യാത്ര ചെയ്യുന്ന ആളാണ്. എവിടെ പോയാലും നായകളുടെ ശല്യം രൂക്ഷമാണ്. ഇപ്പോൾ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ടല്ലോ, കൊച്ചു കുട്ടികളെയാണ് അധികവും നായകൾ ആക്രമിക്കുന്നത്. അതിനുശേഷം പേവിഷബാധയുടെ വാക്സിൻ എടുത്താൽ പോലും കുട്ടികൾ പേവിഷ ബാധിച്ച് മരിക്കുകയാണ്. അപ്പോൾ ഒരു ഭീതിജനകമായ സാഹചര്യമാണിത്. കഴിഞ്ഞ വർഷം എൻ്റെ സ്കൂൾ മുറ്റത്തൂടെ ഞാൻ നടക്കുന്ന സമയത്ത് ഫൈഹ എന്ന് പറയുന്ന ഒരു മോള് വല്ലാതെ പേടിച്ചരണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ ആ കുട്ടിയെ ചേർത്ത് പിടിച്ചു. എന്താ മോളുടെ സങ്കടം തോന്നി. അപ്പോഴേക്കും കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീരൊഴുകി തുടങ്ങി. ആ കുട്ടി മദ്രസ വിട്ട് സ്കൂളിലേക്ക് വരുന്ന വഴി 5 പട്ടികൾ ആ കുട്ടിയെ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് അതിൽ പോയ മറ്റാരോ ആ കുട്ടിയെ രക്ഷിച്ചു. അതുകൊണ്ട് ഇതിനൊരു മാറ്റം വേണ്ടേ? ഇനി സ്കൂൾ തുറക്കാറായി. നമ്മുടെ കുട്ടികൾ എല്ലാവരും ഒന്നും ലൈൻ ബസ്സിന് വരുന്നവരായിരിക്കില്ല, സ്കൂൾ ബസ്സിന് വരുന്നവരായിരിക്കില്ല. സ്കൂളുകളുടെ അടുത്ത് താമസിക്കുന്നവർ നടന്നു വരുന്നതാണ്. അവരെയൊക്കെ പട്ടികൾ കൂട്ടം ചേർന്ന് ആക്രമിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പട്ടി ഒരുപാട് സ്നേഹമുള്ളവർ അവരവരുടെ വീട്ടിൽ കൂട്ടിലിട്ട് വളർത്തട്ടെ. തെരുവിൽ പെരുകുന്ന ആക്രമണ സ്വഭാവമുള്ള ഈ പട്ടികളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഒത്തിരി വിഷമത്തോടെ പറയുകയാണ്, പലരും ഇനിയും പേപിടിച്ച് മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും, മുറിവേൽക്കപ്പെടേണ്ടി വരും. അതുകൊണ്ട് സ്കൂളുകൾ തുറക്കുമ്പോഴേക്കും ഭരണ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കണം. ഇത്തരം അക്രമ സ്വഭാവമുള്ള തെരുവ് നായ്ക്കളെ മറ്റേതെങ്കിലും ഷെൽട്ടറുകളിലേക്ക് മാറ്റുകയോ എന്തെങ്കിലും ഒരു പരിഹാരം അതിൽ കണ്ടെത്തുകയോ വേണം. ബി ഹാപ്പി, ബി കെയർഫുൾ.